രാവണൻ ശരിക്കും ഒരു വില്ലനാണോ രാമായണത്തില്? അതോ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാത്ത ഒരു മഹാരാജാവാണ്? നമസ്കാരം, ഞാൻ ശിവനാരായണൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉപാസനയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിങ്ങനെ രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ രാവണനെ ശരിക്ക് എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക? രാമനെ നമുക്ക് വിലയിരുത്താൻ നമുക്കറിയാം, രാമൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. രാവണനെ വിലയിരുത്തുന്ന സമയത്ത് രാവണൻ ശരിക്കും ഒരു വില്ലനാണോ രാമായണത്തില്? അതോ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാത്ത ഒരു മഹാരാജാവാണോ? എന്താണ് രാവണന്റെ അവസ്ഥ? സ്വാഭാവികമായിട്ടും ഒരു കഥ മുന്നോട്ട് പോകണമെങ്കിൽ ആ കഥയിൽ ഒരു നായക പരിവേഷം വേണം, ഒരു വില്ലൻ പരിവേഷം വേണം, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഘടകങ്ങൾ വേണം. ഇവിടെ രാമായണത്തിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രാവണൻ വില്ലനാണ്. പക്ഷേ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളോട് ഓരോ തത്വങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ രാവണനെ വിലയിരുത്തുകയാണെങ്കിൽ രാവണൻ ആരാണ് എന്നുള്ള രാവണന്റെ പൂർവ്വകാല ചരിത്രത്തിലേക്ക്, ആ കഥകളിലേക്കൊക്കെ നമുക്കൊന്ന് പോയി വരാം. പാലാഴിയിൽ ശ്രീമന്നാരായണന്റെ കാവൽക്കാരായിട്ടുള്ള ആളുകളാണ് ജയവിജയന്മാര്. അവർ ഒരു ദിവസം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സനൽകുമാരന്മാരെന്ന് പറയുന്ന മഹർഷിമാര് പാലാഴിയിലേക്ക് വരുന്നു, വൈകുണ്ഠത്തിലേക്ക് വരുന്നു. ആ സമയത്ത് അവരെ കടത്തി വിട്ടില്ല ഈ അംഗരക്ഷകരായിട്ടുള്ള ജയവിജയന്മാര്. മുനിമാർക്ക് അതിൽ ദേഷ്യം തോന്നുകയും അവര് ജയവിജയന്മാരെ ശപിക്കുകയും ചെയ്തു. ഭൂമിയിൽ രാക്ഷസന്മാരായി പിറക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ശപിച്ചു. എന്നാൽ മഹാവിഷ്ണു ഇത് മനസ്സിലാക്കുകയും അവരുടെ കുറ്റം കൊണ്ടല്ല, എന്നാൽ അവർക്ക് അങ്ങനെയുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ. കാരണം തങ്ങൾ ഭഗവാന്റെ അംഗരക്ഷകരാണ് എന്ന ഒരു ചെറിയ അഹങ്കാരം ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫലം അവർ അനുഭവിച്ചേ തീരൂ. എന്നാൽ അവർ തൻ്റെ പ്രിയപ്പെട്ട അംഗരക്ഷകരാണ്, അതുകൊണ്ട് തന്നെ അവരുടെ അഹങ്കാരം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഭഗവാന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഭഗവാൻ അവർക്ക് ഒരു ശാപമോക്ഷം കൊടുത്തു. 3 ജന്മത്തിൽ നിങ്ങൾ ഭൂമിയിൽ രാക്ഷസരായിട്ട് ജനിക്കുമ്പോൾ ആ 3 ജന്മത്തിലും ഞാൻ തന്നെ വന്ന് നിങ്ങളെ വധിച്ച് നിങ്ങൾക്ക് മോക്ഷം തരാം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ജന്മമാണ് രാവണനും കുംഭകർണനും. അപ്പോൾ ഇത് രാവണന്റെയും കുംഭകർണന്റെയും ഒരു പൂർവ്വ ജന്മ കഥയാണ്. ഈ ജന്മാന്തരങ്ങളായിട്ട് ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഏതൊരു ജന്മത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കർമ്മഫലങ്ങൾ, ആ കർമ്മഫലങ്ങൾ നമുക്ക് അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ജന്മത്തിൽ നമ്മൾ മായ കൊണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. എന്നാൽ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങൾ പ്രാരബ്ധങ്ങളായിട്ട് ഈ ജന്മത്തിൽ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രാരബ്ധങ്ങളാണ് നമ്മൾ അവിചാരിതമായിട്ട് പല കാര്യങ്ങളും ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയുമായിരിക്കും, ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് എന്താ ഇങ്ങനെ, ഞാൻ എത്ര ഈശ്വരനെ വിളിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഈശ്വരൻ എൻ്റെ വിളി കേൾക്കുന്നില്ല, ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെയുള്ള സകല വിധത്തിലുള്ള ആശങ്കകളും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ട്. ഇവിടെ രാവണൻ ഒരു വില്ലനാണോ എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ ഈ ഒരു കഥ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. രാവണനെ സംബന്ധിച്ചിടത്തോളം രാവണൻ മഹാജ്ഞാനിയാണ്. ഈ പറയുന്ന മായയ്ക്ക് അപ്പുറം ഉള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും തൻ്റെ പൂർവജന്മ കൃതങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയൊക്കെ രാവണനുണ്ട്. തൻ്റെ പൂർവജന്മം ഇങ്ങനെയാണ്, അപ്പം അതുകൊണ്ട് ആ നാരായണൻ താനും തൻ്റെ സഹോദരനുമായ കുംഭകർണനെയും വധിച്ച് തങ്ങൾക്ക് മോക്ഷം നൽകാൻ വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ജ്ഞാനിയായ രാവണന് ഏകദേശമൊക്കെ ഒരു രൂപമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ രാവണനെ ഒരു വില്ലനായിട്ടോ അല്ലെങ്കിൽ ബോധമില്ലാത്തൊരു മഹാരാജാവായിട്ടോ കാണുന്നതിന് പകരം തൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിബുദ്ധി കാണിക്കുന്ന ഒരു അതിബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണാനാണ് കുറച്ചും കൂടി നല്ലത്. കാരണം എന്തായാലും തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ആ കർമ്മഫലങ്ങൾ അത് താൻ അനുഭവിച്ച് തന്നെ തീർക്കണം. ഇത് അധ്യാത്മരാമായണത്തിൽ രാവണൻ പറയുന്നുണ്ട്. നല്ല ഭക്തി കൊണ്ട് എന്നെ പ്രസാദിക്കയില്ല അഖിലേശൻ, വിദ്വേഷ ഭക്തിയാ തന്നെ പ്രാപിക്കുകയുള്ളൂ എന്ന് അധ്യാത്മരാമായണത്തിൽ കിളിപ്പാട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ രാമസായകമേറ്റ് അന്ത്യം തനിക്കുണ്ടെന്ന് രാവണന് ബോധ്യമുണ്ട്.
പക്ഷേ അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അതിനെ സതുദ്ദേശ ഭക്തിയോടുകൂടി സ്വീകരിക്കാൻ രാവണൻ തയ്യാറല്ല. നമുക്ക് രണ്ട് തരത്തിലുള്ള ഭക്തികളുണ്ട്. സതുദ്ദേശ ഭക്തിയുണ്ട്, വിദ്വേഷ ഭക്തിയുമുണ്ട്. അപ്പൊ ഈ വിദ്വേഷ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ ശത്രുതാഭാവം സ്വയം ഏറ്റുകൊണ്ട് ആ തീഷ്ണമായിട്ടുള്ള അവസ്ഥകളിൽ ഭഗവാൻ തൻ്റെ അടുത്തേക്ക് വന്ന് ഏറ്റവും രൗദ്രമായിക്കൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ആ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ ഉള്ള ഒരു അതിബുദ്ധി, അതാണ് രാവണനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവണൻ കേവലം ഒരു വില്ലൻ മാത്രമായി അധപതിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ രാവണൻ ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇത് രാമൻ എന്ന് പറയുന്ന ഒരു പരമാത്മ സ്വരൂപത്തിന്റെ ഒരു തിരക്കഥ കൂടി ഇതിന്റെ പിന്നിലുണ്ട്. നമ്മൾ സാധാരണ ഭാഷയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ രാമനെയൊക്കെ ശത്രുക്കളായിട്ടും രാമൻ നായകനായിട്ടും രാവണൻ വില്ലനായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഇതിന്റെ പിന്നില് ജന്മജന്മാന്തര കൃതങ്ങളായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള ഒരു തിരക്കഥ നമുക്ക് കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലേ എന്ന ഒരു ചിന്ത കൂടി നമുക്ക് വരാം. പിന്നെ മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഈ വിദ്വേഷ ഭക്തിയോട് കൂടി തന്നെ ഏറ്റവും ഹീനമായ രീതിയിൽ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം നേടണോ, അല്ലെങ്കിൽ ആ പരമപദം നേടണോ? അവിടെയും ഉണ്ട് വ്യത്യാസം. നമ്മൾ ഏതൊരു വഴിയിൽ കൂടെ, നല്ലൊരു വഴിയിൽ കൂടെ പോകുമ്പോഴും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ സഹിക്കാനുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഭഗവാനെ തന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ദുർബുദ്ധി മാത്രമാണ് അവിടെ രാവണൻ കാണിക്കുന്നത്. ആ ദുർബുദ്ധി ഇത്രയും ജ്ഞാനിയായിട്ടുള്ള ഈ പരമേശ്വരന്റെ ശിഷ്യനായിട്ടുള്ള രാവണൻ അഹങ്കാരത്തിന്റെ പരിവേഷം ഏറ്റുകൊണ്ട് ആ ഒരു ദുർബുദ്ധി കാണിക്കുന്നത്. ഇതിൽ നിന്ന് രാവണൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ രാമനും കൂടിയിട്ട് നമ്മളോട് ചില അരുതായ്മകള്, ചില സത്യങ്ങള് നമ്മളോട് പറയാണ്. എന്താണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഈ വിദ്വേഷ ഭക്തിയോട് കൂടിയിട്ട് എല്ലാവരുടെയും ഹീനമായിട്ടുള്ള ചിന്തകൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ഭഗവത് പദത്തെ പ്രാപിക്കണോ? അതോ രാക്ഷസ കുലത്തിൽ ജനിച്ചിട്ട് പോലും പ്രഹ്ലാദനെ പോലെ ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ആ രാക്ഷസ കുലത്തിന്റെ യാതൊരുവിധ ദോഷങ്ങളുമില്ലാതെ ഭക്തമനസ്സുകളിൽ ഭക്തന്മാരുടെ ഭക്തനായി നിന്നുകൊണ്ട് ആ ഭഗവത് പദം പ്രാപിക്കണോ? ഇതാണ് നമുക്കിവിടെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ കുറെ തെരഞ്ഞെടുപ്പുകൾ രാമായണം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. രാവണനെ വില്ലനായിട്ടും രാമനെ ഹീറോ ആയിട്ടും കാണുന്നതിന് പകരം ചില ആളുകളെല്ലാം രാമനെ വില്ലനായിട്ട് രാവണനെ ഹീറോ ആയിട്ട് കാണുന്നു. ഇതിനെല്ലാം അപ്പുറമായിട്ട് എന്താണ് ശരി എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച്, ബുദ്ധി അനുസരിച്ച് മനനം ചെയ്തെടുക്കാനുള്ള സാഹചര്യം കൂടി ഈ കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ രാവണന്റെ പ്രവൃത്തികളിൽ കൂടെ രാമായണം നമ്മളോട് പറയുകയാണ്. നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഉപാസനയുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ, അക്കൗണ്ടുകൾ സന്ദർശിക്കുക. അതിനും വേണ്ട സപ്പോർട്ടുകൾ ചെയ്യുക. പിന്നെ ഉപാസന എല്ലാ ദിവസവും വൈകുന്നേരം ലൈവുകൾ വരുന്നുണ്ട്. അത് രാമായണം ലൈവുകളുണ്ട്, ഭഗവത്ഗീത ലൈവുകളുണ്ട്. അപ്പോൾ അതിലെല്ലാം പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഏത് രീതിയിലുള്ള സംശയങ്ങൾക്കും ഉപാസനയുമായിട്ട് ബന്ധപ്പെടുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉപാസനയുടെ കുടുംബത്തിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം.